എല്ലാം മുസ്ലിം കൊണ്ടുപോകുന്നു വെള്ളാപ്പള്ളിയും കൂട്ടരും പറയുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒക്കെ മുസ്ലിം ലീഗ് തട്ടിയെടുക്കുന്നു. എന്താ തട്ടിയെടുത്ത്? സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത് ഞാൻ വെല്ലുവിളിച്ചു. NSSന്റെ സ്ഥാപനങ്ങൾ, SNDPന്റെ സ്ഥാപനങ്ങൾ, ക്രിസ്ത്യൻ സഭകളുടെ സ്ഥാപനങ്ങൾ ഒക്കെ എടുത്തു നോക്കുക. 1927 ബ്രിട്ടീഷ് ലീസ് എഗ്രിമെന്റ് പ്രകാരമാണ് ക്രിസ്ത്യൻ സഭകളുടെ പല സ്ഥലങ്ങളും. ഇരിഞ്ഞാലക്കുട രൂപതയുടെ കീഴിലുള്ള ക്രൈസ്റ്റ് കോളേജ്, സെന്റ് ജോസഫ്സ് കോളേജ് ബാംഗ്ലൂർ, ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയിലാണ് ഒക്കെ ബ്രിട്ടീഷുകാരെടുത്ത് ലീസിന് വാങ്ങിയതാണ്. SNDPന്റെയും NSSന്റെയും സ്ഥാപനങ്ങൾ മിക്കവതും ഒരു SN കോളേജ് ചേർത്തല, അത് മാത്രം ആർ ശങ്കർ ഒരു വ്യക്തിയിൽ നിന്ന് സംഭാവന വാങ്ങിയതാ. ബാക്കിയെല്ലാം സർക്കാർ ഭൂമികളാണ്. സർക്കാരിൽ നിന്ന് ദാനമായോ സർക്കാരിൽ നിന്ന് ലീസായോ വാങ്ങിയതാണ്. എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റി 1 സെന്റ് സ്ഥലം സർക്കാരിൽ നിന്ന് ലീസായോ ദാനമായോ വാങ്ങിയത് തെളിയിച്ചു തരാൻ സാധിച്ചു എന്ന് ഞാൻ വെല്ലുവിളിച്ച. ആർക്കും ഒരു മുണ്ടാട്ടില്ല, എവിടെയും ഉണ്ടാവില്ല. എന്നാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഈ NSSന് ഭൂമി നൽകിയിടും, ഈ SNDPക്ക് നൽകിയാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നൽകിയാണ്. മണക്കാട് കുഞ്ഞുമതാജി ആലുവയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് നൽകിയാണ് 15 ഏക്കർ ഭൂമി സൗജന്യമായിട്ട് സ്കൂൾ ഉണ്ടാക്കാൻ. കൊടുങ്ങല്ലൂരിലെ NSSന് കോളേജ് ഉണ്ടാക്കാനുള്ള സ്ഥലം മണപ്പാട് കുഞ്ഞുമതാജി കൊടുത്ത. കാലടിയിൽ കൊടുത്തിട്ട് 25 ഏക്കറാ. ഇനി മറ്റൊന്ന് നോക്കുക, SNDPൻ്റെത്. SNDPക്ക് 13ഓളം സ്ഥാപനങ്ങൾക്കുള്ള സ്ഥലം കൊടുത്തത്, 100 കണക്കിന് ഏക്കർ സ്ഥലം കൊടുത്തത് ആരാ? തങ്ങൾ കുഞ്ഞു മുസ്ലിയാരാ. തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ SN ട്രസ്റ്റിൽ അംഗമായിരുന്നു, അതറിയോ നോക്ക്. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ ബാഫയ്ക്ക് തങ്ങളോട് പറഞ്ഞു, മട്ടന്നൂരിൽ ഞങ്ങൾക്ക് എന്ത് വേണം? ഒരു കോളേജ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, ഒരു ഹൈസ്കൂളും തുടങ്ങാൻ ആഗ്രഹമുണ്ട്, സ്ഥലം മേടിച്ചു തരണം എന്ന് പറഞ്ഞു. മഹാനായ ബാഫി തങ്ങൾ മട്ടന്നൂരിലെ പ്രമുഖനായ ഒരു വ്യക്തി ഒരു മുസ്ലിമിനെ വിളിച്ചു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ NSSന് സ്ഥലം വേണം, സൗജന്യമായി കൊടുത്താൽ വിദ്യാഭ്യാസ സ്ഥാപനം വരും. വിദ്യാഭ്യാസ സ്ഥാപനം വന്നാൽ എല്ലാവർക്കും പഠിക്കാം. അങ്ങനെ ഒരു മുസ്ലിം പ്രമുഖൻ്റെ കയ്യിൽ നിന്ന് 125 ഏക്കർ സ്ഥലം വാങ്ങി അവിടെയാണ് മട്ടന്നൂരിലെ പഴശ്ശിരാജ NSS കോളേജ് വന്നത്. മട്ടന്നൂരിലെ NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ആ കുടുംബം കൊടുത്തതാണ്. അങ്ങനെ ഒരുപാട് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ തിരിച്ച് വേറെ ഏതെങ്കിലും വഴിയിലൂടെ മുസ്ലിം സമുദായം എന്താണ് നേടിയത് ഞങ്ങൾ ചോദിച്ചു. അതുമാതിരി തന്നെ ഹൈന്ദവ സഹോദരന്മാരിൽ പ്രഗത്ഭർ മുസ്ലിങ്ങൾക്ക് സംഭാവന ചെയ്തു. പഴയ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മദ്രാസ് അസംബ്ലിയിലെ MLA ആയിരുന്ന ബാലകൃഷ്ണ കിടാവ്, ആ കിടാവാണ് നടുവണ്ണൂർ എന്ന് പറഞ്ഞ പേരാമ്പർക്ക് മുമ്പുള്ള നടുവണ്ണൂർ എന്ന സ്ഥലത്തെ ജുമയത്ത് പള്ളി നിൽക്കുന്നത് ബാലകൃഷ്ണ കിടാവ് വഖഫ് ചെയ്ത ഭൂമിയിലാണ്. അവിടുത്തെ പള്ളിക്കാട് കിടക്കുന്നത് ബാലകൃഷ്ണ കിടാവ് എന്ന സംഭാവനയാണ്. 1967 വിദ്യാഭ്യാസ മന്ത്രിയായ CH മുഹമ്മദ് കോയ സാഹിബിന് നടുവണ്ണൂരിൽ സ്വീകരണം കൊടുത്തപ്പോൾ ആ സ്വീകരണ സ്ഥലത്തേക്ക് ഒരു നിവേദനവുമായി ബാലകൃഷ്ണ കിടാവ് കയറി വന്നു. നടുവണ്ണൂർ ഒരു ഹൈസ്കൂൾ സ്ഥാപിക്കണം. CH വേദിയിൽ വെച്ച് നിവേദനം സ്വീകരിച്ച ഉടനെ ബാലകൃഷ്ണ കിടാവിനോട് ചോദിച്ചു, ബാലകൃഷ്ണ കിടാവേ, നിങ്ങൾ സ്ഥലം തരികയാണെങ്കിൽ ഹൈസ്കൂൾ ഇവിടെ വെച്ച് ഞാൻ പ്രഖ്യാപിക്കും. ബാലകൃഷ്ണ കിടാവ് പറഞ്ഞു, സ്ഥലം എത്രയാണ് വേണ്ടത്? ഞാൻ തന്നിരിക്കുന്നു. CH പറഞ്ഞു, ഇവിടെ ഒരു ഹൈസ്കൂൾ വന്നിരിക്കുന്നു. ഇങ്ങനെ നല്ല മനുഷ്യർ ഹിന്ദു സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും അങ്ങനെയൊക്കെയുള്ള നാടാണ്. മഹാനായ ബാഫി തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് ആർ ശങ്കറാണ്, മന്നത്ത് പത്മനാഭനാണ്. ഇവരുമായൊക്കെയുള്ള സൗഹൃദം വലുതായിരുന്നു. അതുകൊണ്ടാണ് ആർ ശങ്കറെ തെക്കൻ കേരളത്തിൽ വർണ്ണപറിയന്മാർ തോൽപ്പിച്ചപ്പോൾ ഇങ്ങ് കണ്ണൂരിൽ കൊണ്ടുവന്ന് ആർ ശങ്കറെ വിജയിപ്പിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിച്ചത് ബാഫി തങ്ങളും മുസ്ലിം ലീഗുമാണെന്ന് ശ്രീനാരായണീയ പ്രസ്ഥാനക്കാർ വിളിച്ചു പറഞ്ഞത്. അവരെ മാത്രമാണോ? അഡ്വക്കേറ്റ് കൃഷ്ണയ്യരെ തലശ്ശേരിയിൽ നിന്ന് വിജയിപ്പിച്ചത് ബാഫി തങ്ങളും ലീഗുവാ. ഡോക്ടർ KB മേനോൻ വിജയിച്ചു എന്നത് എങ്ങനെയാ മനസ്സിലാക്കണം. EMSന്റെ തന്നെ ചരിത്രമുണ്ട്.
EMS മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. 1957 ലോകത്ത് ആദ്യമായി ബാലറ്റിലൂടെ കടന്നു വരുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ചരിത്രം എങ്ങനെ വരുന്നത്? 5 സ്വതന്ത്രന്മാരുടെ പിന്തുണയിൽ. ഈ 5 സ്വതന്ത്രന്മാരെ ചാക്കിട്ട് പിടിച്ച് മന്ത്രിമാരാക്കാം എന്ന വാഗ്ദാനം കൊടുത്തിട്ടാണ് ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാക്കുന്നത്. അങ്ങനെ മന്ത്രിസഭ സത്യപ്രതിജ്ഞന്റെ തീയതി എല്ലാം തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് 2 മനുഷ്യന്മാർ EMSന്റെ അടുത്തേക്ക് വരികയാണ്. ആരാണത്? ഒന്ന് അഡ്വക്കേറ്റ് കൃഷ്ണയ്യരും ഒന്ന് ഡോക്ടർ KB മേനോൻ. EMS ബാഫഖി തങ്ങൾ മരിച്ചപ്പോൾ തിരുവനന്തപുരം BJT ഹാളിലെ വലിയൊരു അനുശോചന സമ്മേളനത്തിൽ EMS വെളിപ്പെടുത്തിയ വിവാദമായൊരു പരാമർശമായിരുന്നു ഇത്. അദ്ദേഹം എന്താ പറഞ്ഞറിയോ? 2 പേര് എൻ്റെ അടുത്ത്, ഞാൻ ഡേറ്റ് എല്ലാം ഉറപ്പിച്ച് നിൽക്കുകയാണ്, മന്ത്രിസഭ വരാൻ പോവാണ്. അപ്പോഴാണ് ഈ അഡ്വക്കേറ്റ് കൃഷ്ണയ്യരും ഡോക്ടർ KB മേനോനും വന്നിട്ട് എന്തു പറയുന്നത്? സത്യപ്രതിജ്ഞൻ്റെ ഡേറ്റ് നിശ്ചയിക്കാൻ വരട്ടെ, ഞങ്ങൾക്കൊന്ന് മലബാറിൽ പോയി വരേണ്ടതുണ്ട്. എന്തിനാണ് മലബാറിലോട്ട് പോകുന്നത്? മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ബാഫഖി തങ്ങളുടെ പിന്തുണയിലാണ് ഞങ്ങൾ ജയിച്ചു വന്നത്. അദ്ദേഹത്തിൻ്റെ സമ്മതം വാങ്ങാതെ മന്ത്രിസഭയിൽ ചേരാൻ ഞങ്ങൾക്ക് പറ്റില്ല. EMS പറയാ, ഞാൻ തളർന്നുപോയി. കാരണം എല്ലാ പ്രതീക്ഷയും അറ്റു. ബാഫഖി തങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തുള്ള ഒരു കക്ഷിയുടെ പ്രസിഡന്റാണ്. ആ ചരിത്രം ഞാൻ പറയും, ഞാനതാ പറയുന്നത്. അപ്പോ തിങ്ങി നിറഞ്ഞ സദസ്സ് EMSന്റെ ഈ വാക്കുകൾ കേട്ടി ആകെ പകച്ചു. EMS പറയാണ്, ബാഫഖി തങ്ങളുടെ സമ്മതം വാങ്ങണം, അല്ലാതെ എനിക്ക് വരാൻ കഴിയില്ല. ബാഫഖി തങ്ങൾ സമ്മതം കൊടുക്കോ? ഒരിക്കലും രാഷ്ട്രീയപരമായി കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വരുന്നതിന് ബാഫഖി തങ്ങൾ സമ്മതം കൊടുക്കില്ല. അതോടുകൂടി ഞങ്ങളുടെ സ്വപ്നം, ആ സ്വപ്നമാകെ തകർന്നു. ജിജ്ഞാസയുടെ ദിനങ്ങളായിരുന്നു പിന്നീട്. ഇവർ മലബാറിൽ പോയി വരുന്നത് വരെ എല്ലാ പ്രതീക്ഷയ്ക്ക് നിൽക്കെ മലബാറിൽ പോയി അവർ മടങ്ങി വന്നു. എന്താണ് അവരെ പറയാൻ പോകുന്നത്? EMS പറയാം. അവർ പറഞ്ഞു, മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയുടെ തീയതി തീരുമാനിച്ചോളൂ. അപ്പം EMS അവരോട് ചോദിച്ചു, അല്ല ബാഫഖി തങ്ങൾ എന്താ പറഞ്ഞത്? ബാഫഖി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വതന്ത്രന്മാരായി വിജയിച്ചവരാണ്, നിങ്ങൾക്ക് സ്വതന്ത്രമായി തീരുമാനിക്കാം. മറിച്ചാണ് ബാഫഖി തങ്ങൾ മറുപടി കൊടുത്തതെങ്കിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന ആ ചരിത്രം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. എത്രമാത്രം വലിയ ഉത്കൃഷ്ട വ്യക്തിയാണ് ബാഫഖി തങ്ങൾ എന്നതിന് തെളിവാണത് എന്ന് EMS ബാഫഖി തങ്ങളുടെ അനുസ്മരണ സമ്മേളനത്തിൽ പറഞ്ഞു. ലീഗിന്റെ നേതാക്കളുടെ ആ ഉയർന്ന ഗരിമ നോക്കുക, ഉത്കൃഷ്ടത. ഇങ്ങനെ ചരിത്രത്തിന്റെ തങ്കലിപികളാൽ എഴുതി വെക്കപ്പെടേണ്ട എന്തെല്ലാം ഉണ്ടായി കേരളത്തിൽ. SK പൊറ്റക്കാരനെ കോഴിക്കോട് ജയിപ്പിച്ചതാരാ? നമ്മളാണ്. MB രാഘവനെ വെട്ടി നുറക്കാൻ നടക്കുകയായിരുന്നു, അല്ലേ? MB രാഘവനെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ ഇപ്പോൾ MB രാഘവന് കിട്ടാതെ മുറുക്കം പാമ്പിനെയും എല്ലാത്തിനും കൊന്ന കൂട്ടരാവർ സഖാക്കൾ. ആ MB രാഘവനെ അഴീക്കോട് മണ്ഡലത്തിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായ VK അബ്ദുൽ ഖാദർ മൗലിയെ മാറ്റി MB രാഘവനെ മത്സരിപ്പിച്ച് MLAയും മന്ത്രിയാക്കിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മനസ്സിലാക്കണം നിങ്ങൾ. അതുമാത്രമാണോ? അച്യുത മേനോൻ എന്ന മനുഷ്യനെ ഡൽഹിയിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കിയതാരാ? അച്യുത മേനോന്റെ ചരിത്രം, ജീവചരിത്രം വായിക്കണം. ഡൽഹിയിലേക്ക് MP ആയി പോയ ആളാ. ആ മനുഷ്യൻ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരു സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു കക്ഷിയും തമ്മിൽ സഖ്യമാവാൻ സാധ്യതയില്ലാതെ നിൽക്കുന്നു. പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ ഖജനാവിൽ 10 പൈസയില്ല. ഇങ്ങനൊരു ഘട്ടത്തിലാണ് അച്യുത മേനോൻ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നു. പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങൾ കേരള രാഷ്ട്രീയം, ഇവിടെ നിങ്ങൾ മുഖ്യമന്ത്രിയാവുമോ? അച്യുത മേനോൻ പറഞ്ഞത്, എനിക്കറിവില്ല, എന്നെ ബാഫഖി തങ്ങൾ വിളിച്ചതാ. ബാഫഖി തങ്ങളോട് ചോദിച്ചു, ഒരു മന്ത്രിസഭ ഉണ്ടാവുമോ?
എങ്ങനെ? ബാഫി തങ്ങൾ പറഞ്ഞു, ഉണ്ടാകും. അച്യുതമേനോന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു ഭരണകൂടം വരുമെന്ന് ബാഫി തങ്ങൾ പറഞ്ഞു. ബാഫി തങ്ങളാണ് അച്യുതമേനോനെ കൊണ്ടുവന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കിയത്. കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗും അതിൻ്റെ ഉന്നത നേതാക്കളും വഹിച്ച പങ്കുകളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഓരോ കാലഘട്ടങ്ങളിലായി. അതാണ് ലീഗിൻ്റെ ചരിത്രം.